കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മുടെ സ്ഥിതിയും സാഹചര്യങ്ങളും അറിഞ്ഞ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം ഇന്നും നമ്മുടെ ഹൃദയത്തിന് ബലവും ധൈര്യവുമായി തീരത്തക്ക നിലയിൽ കർത്താവ് സഹായിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുവാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. സങ്കീർത്തനം 31:19 നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവം സംഗ്രഹിച്ചത് കാണാൻ പോകുന്ന ഒരു സമയമായിരിക്കുന്നു. ദൈവം സംഗ്രഹിച്ചത്, വചനം പറയുന്നു, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചത്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ആഴമായി തൊടുന്ന ഒരു ദൂത്. ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് കാണാൻ പോകുന്നു. കർത്താവ് അതിനെ വെളിപ്പെടുത്താൻ പോകുക. ഉറപ്പും ധൈര്യവും പ്രാപിക്കുന്ന അധൈര്യങ്ങളെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി സംഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട്, ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ദർശനത്തിൽ മുമ്പോട്ട് നീങ്ങുക, ആ ഒരു ദർശനത്തിൽ, ആ കാഴ്ചപ്പാടിൽ ജീവിക്കുക. പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ പൈതലെ, അധ്വാനിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന ഒരു ശൂന്യതാ ബോധം ഹൃദയതലങ്ങളിൽ അപ്രകാരം ഭയപ്പെടുന്ന ദൈവമക്കളോട് ദൈവശബ്ദം ഇതാ: ദൈവം സംഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്, കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നിരാശപ്പെടേണ്ട സ്നേഹസമ്പൂർണനായ ദൈവം, വിശ്വസ്തത കൈവിടാത്ത ദൈവം, മാറ്റമില്ലാത്ത ദൂതുകളും ആലോചനകളും വെളിപ്പെടുത്തിയ ദൈവം. കർത്താവിൻ്റെ ശബ്ദമിതാ: ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തി. ജീവിത സാഹചര്യങ്ങളിൽ, അവസ്ഥകളിലെല്ലാം കർത്താവിൻ്റെ നടത്തിപ്പ് വെളിപ്പെട്ടപ്പോഴും മോറിയ മലയിൽ വിശ്വാസത്തോടെ യാത്ര ആരംഭിച്ച അബ്രഹാം കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവം പറഞ്ഞ യാഗത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വെളിപ്പെടുന്ന ആ സമയം വിശ്വാസത്തോടെ യാത്ര പുറപ്പെട്ട മനുഷ്യൻ മോറിയ മലയിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവം സംഗ്രഹിച്ചത്, കർത്താവ് ഒരുക്കിയത്, ദൈവം സൂക്ഷിച്ചത് കണ്ടില്ലേ? ദൈവത്തിൻ്റെ പൈതലെ, ആർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ നഷ്ടപ്പെടുത്തുവാനോ അതിനെ മാറ്റുവാനോ അതിനെ നീക്കം ചെയ്യാനോ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഹൃദയത്തിൽ വളരെ ഭാരപ്പെടുന്ന, ഹൃദയത്തിൽ വളരെ നിരാശ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം സംഗ്രഹിച്ചിട്ടുണ്ടെന്നേ, കർത്താവ് തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നേ വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുക്കട്ടെ. കർത്താവ് അത് കൺമുമ്പിൽ കാണിക്കാൻ പോവുക. ഇന്ന് ദൂതാണെങ്കിൽ നാളെ അതിൻ്റെ പ്രവൃത്തിയ അക്ഷരികമായി ദർശിക്കത്തക്ക നിലയിലാണ് ദൈവത്തിൻ്റെ മഹത്തായ വാഗ്ദത്തങ്ങൾ ക്കാൻ പോകുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ ആ വീഞ്ഞ് ആയി അത്ഭുതം നടന്ന ആ സംഭവത്തിൻ്റെ നടുവിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇതുവരെ എവിടെയാ സൂക്ഷിച്ചു വെച്ചിരുന്ന നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചില്ലേ?
ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമിതാ. നല്ലത് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. ചിലത് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. അതാർക്കും ഉടച്ചു കളയാൻ പറ്റത്തില്ല, അത് ഉന്മൂലനം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അത് ദൈവമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് പറയും, നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരോട് ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി അത് കണ്ണിന് മറവായിരിക്കുമെന്ന് വിധി കൽപ്പിച്ച വിഷയത്തോട് ദൈവത്തിൻ്റെ ശബ്ദമിതാ. കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണിന് മറവാണെങ്കിലും എൻ്റെ ദൈവം അത് സൂക്ഷിച്ചിരിക്കുക. തക്ക സമയം എൻ്റെ കണ്ണത് ദർശിക്കും. തക്ക സമയം എൻ്റെ കരങ്ങളിലേക്ക് ദൈവം അത് തരും. ഇന്ന് കർത്താവിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ പൈതലേ, മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാ. ചിലർ കാണുകെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഇപ്രകാരമാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലം വചനം പറയുന്നു, നിൻ്റെ നന്മ എത്ര വലുതാ, ചെറുതല്ല. ദൈവം ഒരുക്കിയത്, ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ശക്തിക്കനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അപ്രകാരമുള്ള വലിയ നന്മ കർത്താവിതാ ഒരുക്കി വച്ചിരിക്കുന്നു. ഇന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ. ഈ ദിവസങ്ങളിൽ അത് കാണാൻ പോവാ. ഈ ദിവസങ്ങളിൽ അത് കൈമാറുന്ന ദിവസമാക്കി ദൈവം തീർക്കാൻ പോവാ. ആ നിലയിലാ കർത്താവിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും അതിശക്തമായി വെളിപ്പെട്ട് വരാൻ പോവാ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത് ദൈവത്തിൻ്റെ പൈതലേ, ഭയപ്പെടേണ്ട. ദൈവം സംഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്, അത് തരും. ദൈവം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച് അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളെ, കുടുംബങ്ങളെ, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകളും ദൈവപ്രവർത്തികളും ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിമിഷം അവരുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, ജീവിതത്തിലുണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.